മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്കെതിരെ തുടർച്ചയായി പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച ഉന്നതതല യോഗം ഇന്നാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന യോഗത്തിൽ വകുപ്പ് മേധാവികളും മെഡിക്കൽ കോളേജ് അധികൃതരും പങ്കെടുക്കും. നഴ്സിംഗ് പ്രവേശനത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളുമായുള്ള ചർച്ചയും ഇന്നാണ്. 2017 മുതലുള്ള ഓരോ അപേക്ഷയ്ക്കും 18% GST നൽകണമെന്ന ഉത്തരവ് പിൻവലിക്കണം എന്ന നിലപാടിലാണ് മാനേജ്മെന്റ് അസോസിയേഷൻ ഉള്ളത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. അലക്സ്, വിശദാംശങ്ങൾ എന്തൊക്കെ? ഗോപി, പ്രധാനപ്പെട്ട 2 യോഗങ്ങളാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത്. അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ചില മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഉയരുന്ന ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വാർത്ത, അത് ആരോഗ്യവകുപ്പിനെ അങ്ങേയറ്റം നാണം കെടുത്തുന്ന വാർത്തകളായി ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവങ്ങളാണ്. നമുക്കറിയാം, വയറ്റിൽ ഈ പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക കുറുങ്ങിയ ഹർഷീനയുടെ കേസ് നമുക്കറിയാം. അത് ആരോഗ്യവകുപ്പിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കൈവിരലിലെ ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ ചെയ്തതുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്, അവിടുത്തെ മാതൃശിശു സംരക്ഷണ യൂണിറ്റിൽ ഉണ്ടാകുന്നതും വലിയ പ്രതിരോധത്തിലേക്ക് ആരോഗ്യവകുപ്പ് മാറിയതും അങ്ങനെയാണ്. ആ ഡോക്ടർക്കെതിരെ നടപടി, അതായത് അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ട നടപടിയെടുക്കേണ്ട സാഹചര്യം പോലും ആരോഗ്യവകുപ്പിനുണ്ടായി. പക്ഷേ തുടരന്വേഷണം നടക്കുകയാണ്. DMEയുടെ റിപ്പോർട്ട് ഇതുവരെയും ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടില്ല. അതിനുശേഷം മറ്റെന്തെങ്കിലും നടപടി വേണമോ എന്നുള്ള കാര്യം വകുപ്പ് തീരുമാനിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നേരത്തെ അധിക നടപടികൾ ആരോഗ്യവകുപ്പിന്റെ പരിഗണനയില്ല എന്ന വിവരവും പുറത്തു വന്നിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അടക്കം പരിഗണിച്ചാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുശേഷം വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓർത്തോ വിഭാഗത്തിനെതിരെ വീണ്ടും സമാനമായ പരാതി ഉയരുന്നു. അത് ഓർത്തോ വിഭാഗവും ആരോഗ്യവകുപ്പ് തള്ളുന്നെങ്കിൽ പോലും അങ്ങനെ പരാതി ഉയരുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിംഗ് ആണ്. ആ മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് 6ഓളം ഡോക്ടർമാരെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടും സ്വകാര്യ പ്രാക്ടീസിംഗ് നിർബാധം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടരുന്നെന്ന പരാതി വ്യാപകമാണ്. ഇതെല്ലാം കൊണ്ടാണ് ഈ 2 മെഡിക്കൽ കോളേജുകളിലെ ഉന്നത അധികാരികളെയും ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചു വരുത്തിയിട്ടുള്ളത്. 2 മെഡിക്കൽ കോളേജുകളിലെ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം ആരോഗ്യവകുപ്പ് മന്ത്രി കാണും, അവരുമായി ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും 12 മണിക്കാണ് ആ യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഈ മെഡിക്കൽ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ, വൈസ് പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ, അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുക്കും. എന്താണ് മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്നത്, എന്താണ് പരിഹാര മാർഗം, എന്താണ് പ്രതിരോധ മാർഗം എന്നതടക്കം വിഷയം ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. 12 മണിക്കാണ് എന്താണെങ്കിലും യോഗം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ചായിരിക്കില്ല ഇവരെ കാണുന്നത്. പ്രത്യേകമായിരിക്കും ഈ 2 മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥരെയും കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോപി, ശരി. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.